നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവർക്ക് ശരിക്കും വട്ടല്ലേ ശരത്തേട്ടാ? ഏതോ സ്ത്രീ വന്നുപോലും. കഷ്ടം. ഓരോരോ മായക്കാഴ്ചകളെ. ഇത്രയും കാലം സുധിയേട്ടന്റെ ആത്മാവ് വന്നു എന്ന് പറഞ്ഞായിരുന്നു ബഹളം. ഇപ്പൊ ഒരു സ്ത്രീയായി. നല്ല കഥ. ശരത്തേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? ശരത്തേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തേന്ന്? ചിലപ്പോ ദേവിയെ കണ്ടത് ഒരു മായക്കാഴ്ച ആയിരിക്കത്തില്ല നെത്തിക്കുട്ടി. എന്നുവച്ചാ അങ്ങനൊരു സ്ത്രീ ചിലപ്പോ വന്ന് കാണും. ശരത്തേട്ടൻ എന്താ ഇക്കാര്യത്തിൽ ഇത്ര ഉറപ്പ്? ഉറപ്പോ? എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ എന്റെ ഒരു ഊഹം പറഞ്ഞത്. എന്തൂഹം? അല്ല നിത്യക്കുട്ടി, ഈ സുനിത ഡോക്ടറുടെ പ്രേതം പോലും ഇങ്ങനെ കറങ്ങി നടക്കുമല്ലേ? ഇനി അത് വല്ലതും ഇങ്ങോട്ട് വന്നാണെങ്കിലോ? വന്നിട്ട് ഇവരെ അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു. സാധ്യതയുണ്ട്. ഒരർത്ഥത്തില് സുനിത ഡോക്ടറിന്റെ മരണത്തിന് കാരണക്കാരി അവരാണല്ലോ. ഇല്ലാത്ത കള്ളക്കഥയും കണക്കും ദേവിക ഉണ്ടാക്കിയോണ്ടല്ലേ സുനിത ഡോക്ടറിന്റെ ജോലിയും പിന്നീട് ജീവനും പറന്നത്. നിത്യക്കുട്ടിക്കറിയാവൂ, ഡോക്ടർ നിരഞ്ജനും ദേവികയും ചേർന്ന പ്ലാൻഡ് കൊട്ടേഷനായിരുന്നു സുനിത ഡോക്ടറെ ഒതുക്കാന്നുള്ളത്. അതെന്തിനാ? അക്ഷര മേഡത്തിന്റെ വലങ്കൈ അല്ലായിരുന്നു സുനിത ഡോക്ടർ. അവരെ തമ്മില് തെറ്റിക്കാൻ. എത്ര പുണ്യാളത്തെ ചമഞ്ഞ് നടന്നാലും ചെയ്ത് കൂട്ടിയന്റെ പ്രോഗ്രസ് കാർഡ് ചാട്ടവാറിന്റെ രൂപത്തിൽ വരും. ശരത്തേട്ടാ, പക്ഷെ ഇപ്പൊ വന്നത് മനുഷ്യ സ്ത്രീയാണെന്നല്ലേ അവര് പറഞ്ഞത്? ചിലപ്പോ മനുഷ്യ സ്ത്രീയാവും. മരിച്ച മനസ്സുമായി ഭൂമിയിൽ ജീവിക്കുന്നു. മനസ്സിനെ മോർച്ചറിയാക്കി മാറ്റിയാവും. ദേവിയയ്ക്ക് ശവന്നാറി പൂക്കൾ സമ്മാനിക്കാൻ അവര് വരും. എനിക്ക് ശരത്തേട്ടൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. വഴിയെ മനസ്സിലാവും. തൽക്കാലം പോയി കിടന്നുറങ്ങാൻ നോക്കും. രാത്രി ഒരുപാടായി. ചെല്ല്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞല്ലേ അപകടവുമായി ഒരു സ്ത്രീ വരുന്നുവെന്ന്. മനോഹരനപ്പൊ പരിഹസിച്ചു. മക്കുണൻ ഇപ്പൊ വിശ്വാസമായി കാണും. സത്യത്തിൽ വന്നു കാണുമോ സോമ ആ സ്ത്രീ? അതോ ഇനി ആ ദേവിക പൂതം കെട്ടിച്ചമ്മച്ച് പറഞ്ഞതാണോ? ദേവിക എങ്ങനെ കള്ളം പറയൊന്നുമില്ല. പറഞ്ഞത് ഉള്ള കാര്യം തന്നെ. ഓ, അല്ലെങ്കിൽ തന്നെ ആമ്പർന്നവന്റെ പ്രവചനങ്ങൾ സത്യമാണെന്ന് വരുത്തി തീർക്കാൻ ദേവിക നിൽക്കുവോ? ആ, അത് ശരിയാ. എന്നാലും വന്നത് ആരായിരിക്കും സോമ? അച്ചച്ചൻ ശരിക്കും ദിവ്യം തന്നെ. അച്ചച്ചൻ പറഞ്ഞതുപോലെ അപകടമായിട്ട് ഒരു സ്ത്രീ സാന്നിധ്യം ഈ രാത്രിയിൽ ഇവിടെ സംഭവിച്ചല്ലോ. ശരത്തുമോൻ എന്താ ഒരു വല്ലായിക പോലെ? എനിക്കെന്ത് വല്ലായ്മ? ഈ വീട്ടിൽ ഇങ്ങനെ ദിവസവും ഓരോ അത്ഭുത പ്രതിഭാസം നടക്കുന്ന ഓർക്കുമ്പോ എങ്ങനെ നടക്കാതിരിക്കും? മനോഹരന്റെ മരുമോളുടെ മാഹാത്മ്യം. ശംഖ് ഇറക്കി നോക്കാമല്ലോ അച്ചച്ച, ആരാ വന്നേന്നറിയാൻ. അതെ, നമുക്കൊരു ഊഹം കിട്ടിയ അച്ചച്ചന് തന്നെ അതിനുള്ള മറുക്രിയയും ചെയ്യാമല്ലോ. അല്ല, ഇനി വല്ല ദുരാത്മാവോ ആണോ? അതെ, കഴുത്തറുത്ത് കൊല്ലപ്പെട്ട ഡോക്ടർ സുനിതയുടെ പ്രേതം ഇങ്ങനെ കറങ്ങി നടക്കല്ലേ. ദേവികയോട് അവർക്ക് കടുത്ത പകയുണ്ട്. ആണെങ്കിൽ തന്നെ അവളെ ഒന്നും ചെയ്യാതെ അങ്ങ് പോവോ? പ്രേതത്തിനും പേടിയായിരിക്കും മാമിനി അവളെ. അവള് ചുടലഭദ്രകളിയല്ലേ, ചാമുണ്ടി. പ്രേതവും പിശാചും ഒന്നുമല്ല വന്നത്. മരണവുമായി ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ്. മനുഷ്യ സ്ത്രീ. അയ്യോ, ശംഖ് കാണിച്ച നിമിത്താത. അയ്യോ, മരണമായിട്ടോ? ആരായിരിക്കും അച്ചച്ച അവരൊന്നു വെച്ചിരിക്കുന്നത്? ആര് വേണമെങ്കിലും ആകാം. ശരത്തുമോനും നിത്യമോളും നന്നായി സൂക്ഷിച്ചോണം. ഒറ്റയ്ക്കുള്ള യാത്രകളും രാത്രി യാത്രകളും ഒഴിവാക്കുന്നതാ നല്ലത്.
പിള്ളേരെ, നിങ്ങൾ ആ മക്കുടിനെ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ കഴുത്തിന് മീതെ അവന്റെ ചാണത്തല കാണത്തില്ലെന്ന് പറയും. ശരത്തേട്ട വന്നേ, സംസാരിച്ചേ മതിയാവും. അമ്മയ്ക്കെങ്കിലും കാര്യം പറഞ്ഞ മനസ്സിലാവും. വാ വാ ശരത്തേട്ടാ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ഞാൻ വിചാരിച്ച പോലെയല്ല, പറഞ്ഞ പണി പറ്റിച്ചല്ലോ. ഏതോ ഒരു സ്ത്രീയെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നു അല്ലേ? ഞാനോ? എന്റെ യോഗമാതാക്കൾക്ക് എറണാകുളത്തല്ലേ ഭാമിനി? അയ്യോ, അപ്പൊ വന്നതാരാ? ആ, എനിക്കെങ്ങനെ അറിയാം? എന്നാലും ഒരു കാര്യം ഉറപ്പാ ഭാമിനി, ഇത് ഒരു കുഴപ്പം പിടിച്ച വീടാ. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കേട്ടോ. മുച്ചൂടും മുടിയുന്നതിന് മുമ്പ് നീ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കണം. അച്ഛനെന്താ ഒന്നും മിണ്ടാത്ത? വീട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോ അച്ഛൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ? അച്ഛനല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആള്. അയ്യോ, ഞാൻ എന്നോട്ടാ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ആളായിട്ട് മോക്ക് തോന്നിയത്? നിത്യ പറഞ്ഞത് കാര്യമല്ലേ മനോഹരേട്ടാ? അച്ഛ, ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോ അച്ഛ ഞങ്ങളെ പ്രതിയോഗികളെ പോലെ കാണാതെ, എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട് എന്ന് കരുതി തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റുമോ? ഇവിടെ ഇപ്പോഴേ ആരുടെ കുറ്റോ ശരത്തുമോനെ ചൂണ്ടിക്കാണിക്കാനുള്ളേ? ഏതോ ഒരു സ്ത്രീ ഗേറ്റിനടുത്ത് വന്നു നിന്നു. അത് കണ്ട് ദേവിക മോളെ ഇറങ്ങിച്ചെന്നു. ചെന്നപ്പോഴാണെങ്കിൽ അവരെ കാണാനുമില്ല. പറയാതെ ഇറങ്ങിപ്പോയനെ ദേവിക മോളെ ഞാനും പാർവതിയും ശാസിക്കുകയും ചെയ്തു. പോരെ, തീർന്നില്ലേ കഥ? കഥ അങ്ങനെ തീർന്നിട്ടൊന്നുമില്ല. കഥ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്നാ പിന്നെ ശരത്തുമോൻ ഒരു ഊഹം പറ, വന്നു ആരായിരിക്കും? ഞാൻ പറയാം. അവർക്ക് ബന്ധമുള്ള ഏതോ ഒരു സ്ത്രീയാ. ആർക്ക്? ദേവികയ്ക്കോ? ആ, പിന്നല്ലത് ആർക്കാമേ? അവരെന്തോ രഹസ്യം പറയാൻ ഇറങ്ങിപ്പോയതാ. അത് അച്ഛനും അമ്മയും കണ്ടുപിടിച്ചതോടെ അവര് പ്ലേറ്റ് അങ്ങ് തിരിച്ചു. ആരെയോ കണ്ട് ഇറങ്ങി ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് ആള് പോയെന്ന് പറഞ്ഞാ അത് ആര് വിശ്വസിക്കും? അതെ, നിന്ന് എപ്പില് ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്തങ്ങ് പോവും. അത് ദേവിയെ കാണാൻ വന്നാന്ന് എങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റും? ഇനി ശരത്ത് മോനെ കാണാൻ വന്നതാണെങ്കിലോ? ദേ അച്ഛ, ഒരുമാതിരി മനുഷ്യനെ ആസാക്കി സംസാരിക്കരുത്. എന്നെ കാണാനാണ് അവര് വന്നെങ്കിലേ ഞാനല്ല ഇറങ്ങി ചെല്ലേണ്ടത്. ശരത്ത് മോൻ ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് ദേവികമോടെ കണ്ണി പെട്ടതാണെങ്കിലോ? മനോഹരേട്ടൻ ഇങ്ങനെ വളച്ചു കെട്ടി കാര്യങ്ങളൊന്നും പറയണ്ട. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതില് ശരത്തിനും നിത്യയ്ക്കും നല്ല ഭയമുണ്ട്. ഒന്നാമത് ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാ. അത് മാത്രമല്ല, ഒന്നാമത് നാട്ടുകാരെല്ലാം നമുക്കെതിരാ. അതിന്റെ ഇടയിൽ നട്ടപ്പാതിരയ്ക്ക് വീടിന്റെ മുമ്പിൽ ഒരു സ്ത്രീ വന്ന് നിൽക്കുക. അവരോട് സംസാരിക്കാൻ ദേവിക ഇറങ്ങിപ്പോവാ എന്നൊക്കെ പറഞ്ഞ എന്റെ പാർവതി, വല്ല അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വല്ല ഭ്രാന്തിത്തള്ളയായിരിക്കും അത്. അതെല്ലാം കൂടെ നമ്മൾ ചിന്തിച്ച് തല പുണ്ണാക്കുകയും അത് ദേവികമ്മയുടെ തലയെ വെച്ചു കൊടുക്കുകയൊന്നും വേണ്ട. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. വീട്ടിൽ ചോര വീണ് കഴിയുമ്പോൾ മാത്രമേ അച്ഛന് നേരം വെളുക്കൂ. നിത്യവാ.